മോനും എൻ്റെ മോൻ്റെ അമ്മയുമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഉണ്ടായിരുന്ന ചിലത്തെ ചെറിയ ചെറിയ അത് പലരും ആവശ്യമില്ലാതെ കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ടായ ചില പ്രശ്നങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ഗുഡ് ടേംസിലാണ്. നമ്മൾ കോ പാരൻറ്റിങ് ആണ്. റയാനെ അന്നും ഇന്നും എന്നും ഞാൻ അവൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഇനി അങ്ങോട്ട് അത് തന്നെയാണ്. മോൻ്റെ കാര്യത്തിലൊന്നും ഒരു കാര്യം പോലും ഇടപെടാതിരിക്കുകയോ മാറി നിൽക്കുകയോ ഒന്നുമല്ല. ഇപ്പം ഞാൻ 4 ദിവസം മുന്നേ ബാംഗ്ലൂർ പോയി അവനെ കണ്ട് അവൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് വന്നത്. ഞങ്ങൾ പുറത്ത് വെച്ച് ഞാനും അവൾ ചിഞ്ചുമായിട്ടാണ് പോയത്. ഞങ്ങൾ 3 പേരും പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് റായിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുടെ കാര്യങ്ങളും ഇനി എന്താ ഫ്യൂച്ചർ പ്ലാൻസ് എന്നൊക്കെ ഉള്ള എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് വന്നത്. അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനവും. എൻ്റെ ചോരയല്ലേ അളിയാ, എൻ്റെ ചോര വിട്ടിട്ട് എവിടെ പോവാൻ? നമ്പർ 1 അതാണ്. അളിയ ഞാനങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സ്ഥിരമായിട്ട് പോസ്റ്റ് ഒന്നും ഇടുന്ന ആളല്ല. അളിയനറിയാമല്ലോ. ഒന്നുകിൽ ആരെങ്കിലും കൊളാബ് പോസ്റ്റുകൾ ഇടും, അതല്ലെങ്കിൽ നമ്മുടെ ഷോയുടെ പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇങ്ങനെ ഇപ്പോഴും ഈ പറയുന്ന അളിയൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചത്. ശരിയാണ്, അറിയണമല്ലോ. അതാകുമ്പം ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ ഫോണിലാണ് സൂക്ഷിക്കാറ്. എൻ്റെ ഫോണിൽ ഒരു ഫോൾഡർ തന്നെ ഉണ്ട് അവൻ്റെ ഫോട്ടോസ്. ഓക്കെ, ഇതുകൊണ്ട് പോസ്റ്റ് ചെയ്തേ ഉള്ളൂ. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമായത് ഞാൻ ആരുടെ കൂടെ പോയി എന്ന് പുള്ളി പറഞ്ഞതാണ്. അതായത് 2018 പുള്ളിയാണ് ഞങ്ങളെ ഇവിടെ ബാംഗ്ലൂർ കൊണ്ടുവന്ന് നിർത്തുന്നത്. എന്നിട്ട് അത് മറച്ചു വെച്ച് ഞാൻ ആരുടെ കൂടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞത് അതൊരു ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതുവരെയും എൻ്റെ കുട്ടിയുടെ കാര്യം മാത്രം വിചാരിച്ച് കുട്ടിയുടെ കാര്യങ്ങൾ നോക്കി ഞാൻ എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത് ബാംഗ്ലൂർ. എൻ്റെ ചേച്ചിയുടെ കൂടെ ആയിരുന്നു. ഇപ്പം ഞങ്ങൾ മാറി വേറെ ഒരു അപ്പാർട്ട്മെൻറ്റ് എടുത്ത് ഞാനും എൻ്റെ കുട്ടി എൻ്റെ അമ്മയാണ് കൂടെ ഉള്ളത്. എൻ്റെ അച്ഛനും ഉണ്ട്. അച്ഛൻ ട്രിവാൻഡ്രത്താണ്, ഇടയ്ക്ക് ഇവിടെ വന്നും പോയിരിക്കുകയാണ്. പുള്ളിക്ക് എങ്ങനെയാണ് എന്നെ പറ്റി ഇത്ര മോശമായിട്ട് പറയാൻ പറ്റുന്നത്? ഇങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് നിന്ന് കളിക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇത് തന്നെ നിങ്ങൾക്ക് പുള്ളിയുടെ ഒരു നിലവാരം നിങ്ങൾക്ക് മനസ്സിലാവും. സ്വന്തം ഭാര്യയാണ്, എന്ത് തന്നെ ഇരിക്കട്ടെ, ഡിവേഴ്സിൻ്റെ സ്റ്റേജിലാണ്, സാരമില്ല. പക്ഷേ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് പുള്ളിയുടെ ഇമേജ് നന്നാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഹി സോ ഇമേജ് കോൺഷ്യസ്. സിബിൻ തൻ്റെ മുൻ ഭാര്യയും മകനെയും കുറിച്ച് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കുറേയധികം ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സിബിനുണ്ടെങ്കിൽ ആ ഒരു മകനെ നോക്കുന്നില്ല. കാരണം ആ ഒരു മകൻ ഓട്ടിസമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും ആ ഒരു കെയറൊക്കെ കൊടുക്കേണ്ട സമയത്ത് പോലും ഈ ഒരു സിബിൻ നോക്കുന്നില്ല. ഫുള്ള് നോക്കുന്ന മുമ്പത്തെ ഭാര്യയാണ്. എന്നിട്ടാണ് ഇപ്പോൾ ആരെയും കുട്ടിയെ ഏറ്റെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയധികം ന്യൂസും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പം സിബിൻ്റെ ഒരു വോയിസ് ഇപ്പം വന്നേക്കുന്നത്. ഞാനുണ്ടെങ്കിൽ എൻ്റെ മകനെ പോയി കാണാറുണ്ട്. അവൻ എനിക്ക് വലുതാണ്. ഞാൻ അവിടെ പോയി അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാറുണ്ട് ടൈം. ഇപ്പം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ മുൻ ഭാര്യയായിട്ട് വരെ ഞങ്ങൾ ഒരുമിച്ചാണ് വെളിയിൽ പോയി ഫുഡൊക്കെ കഴിക്കുന്നത്. അവനുമായിട്ട് സംസാരിക്കാറുണ്ട്. ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ആൾക്കാർ പറയുന്നൊരു കാര്യം, ഇങ്ങനെ വല്ലപ്പോഴും പോയി കാണുന്നതാണോ, മകനെ പോയി കാണുന്നതാണോ ശരി? കാരണം അവനിപ്പോൾ നിങ്ങളുടെ കെയർ എല്ലാം ആവശ്യമുണ്ട്. വല്ലപ്പോഴും പോയി കണ്ടിട്ട് എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ച് കുറേയധികം പേര് സോഷ്യൽ മീഡിയയിൽ സിബിനെതിരെ വന്നിട്ടുണ്ട്. ഈ ഒരു ആര്യയുടെ മകളെ ഇത്ര നല്ല രീതിയിൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്വന്തം മകനെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ കഴിയുന്നില്ല, അവന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത്. അതിൽ ഒരൊറ്റ തെറ്റും പറയാൻ പറ്റില്ല. കറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം ആ ഒരു മകൻ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ള സമയത്ത് ആദ്യം വരെ, അതായത് സ്വന്തം അമ്മയാണ് ഇത്രയും നേരം നോക്കുന്നത്. സിബിൻ ഇപ്പോൾ നാട്ടിലാണ്, ഇടയ്ക്കിടയ്ക്ക് പോത്തോളൂ എന്ന് പറയുമ്പോഴത്തേന് എന്തൊക്കെ ആവശ്യമുള്ള ഒരു മകനുണ്ടായിരിക്കും. അതൊന്നും നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ പൈസ ചിലപ്പോൾ അയച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും. അതുമാത്രം പോരല്ലോ, ഒരു കെയറും കൂടെ വേണ്ടേ? അത് സിബിൻ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ചോദിക്കുന്നത്. അത് എനിക്കും ഉണ്ട്. കാരണം പൈസയൊക്കെ അയച്ചു കൊടുക്കുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ ആ ഒരു സമയത്ത് തന്നെ അവരുടെ കൂടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുക, അത് വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ല പൈസ കൊണ്ട് മാത്രം ഇപ്പം അച്ഛൻ്റെ കടമ തീരുന്നു എന്നൊന്നുമില്ല. ആ ഒരു സമയത്ത് കൂടെ വേണം. അതിപ്പോൾ ആ ഒരു അമ്മ ഒറ്റയ്ക്ക് ഒരു മകനെ നോക്കി എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും ജോലിയൊക്കെ ചെയ്ത്. പൈസയൊക്കെ എന്നാൽ പോലും ആ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. ആ ഒരു സമയത്ത് ഈ സിബിന് ഇതൊന്നും വല്ലപ്പോഴും പോയി കാണുമെന്ന് പറയുമ്പം അത് ഭയങ്കര അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.